ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി അവലോകനം ചെയ്തു. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ പ്രസ്താവന നടത്തും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. ദൂരദർശനിലും ആകാശവാണിയിലും സൌജന്യ പ്രക്ഷേപണത്തിനായി ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ഡിജിറ്റൽ വൌച്ചറുകൾ അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് നിയമം ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008, കമ്പനീസ് ആക്ട് 2013 എന്നിവ ഭേദഗതി ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. പശ്ചിമേഷ്യൻ സംഘർഷ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രസ്താവന. സ്വാതന്ത്ര്യ സമര സേനാനി ഡോക്ടർ റാം മനോഹർ ലോഹിയുടെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ റാം മനോഹർ ലോഹിയുടെ ജീവിതവും ആദർശങ്ങളും രാജ്യത്തെ നയിക്കുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബഹുമുഖ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ റാം മനോഹർ ലോഹിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും മൂവരെയും അനുസ്മരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതായും നിലവിലെ സാഹചര്യം ലോകത്തെയാകമാനം പല രീതിയിൽ ബാധിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികളും സുരക്ഷയും അവലോകനം ചെയ്യുന്ന മന്ത്രിസഭാ സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് പൌരന്മാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ഭീഷണികളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ വിജയകരമായി തടുത്തതായി UAE. പുലർച്ചെയോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ക്വം ടർബൈൻ എഞ്ചിൻ ഉൽപാദന പ്ലാന്റ് വ്യോമാക്രമണങ്ങളിൽ നശിപ്പിച്ചതായി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ. ആക്രമണ ഡ്രോണുകൾക്കും വിമാന ഘടകങ്ങൾക്കുമായി ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ടെഹ്റാൻ ഈ പ്ലാന്റ് ഉപയോഗിച്ചിരുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. 1950 മാർച്ച് 23 ലോക കാലാവസ്ഥാ സംഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. ഒബ്സർവിംഗ് ടുഡേ, പ്രൊട്ടക്ടിംഗ് ടുമോറോ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജൽ ജീവൻ ദൌത്യത്തിന് കീഴിൽ 16 കോടിയിലധികം വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക ജലദിന കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജലസംരക്ഷണം, സുസ്ഥിര ജല മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആശയങ്ങൾ പങ്കിടുന്നതിനുമുള്ള വേദിയായി കോൺക്ലേവ് പ്രവർത്തിക്കുമെന്ന് ശ്രീ CR പാട്ടീൽ പറഞ്ഞു. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ച പാലക്കാട് തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. യൂസഫിന്റെ ഉമ്മ റംലയെ വെള്ളപ്പാച്ചിലിൽ കാണാതായി. ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മിന്നൽ പ്രളയത്തിൽ അകപ്പെടുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 9 പേരിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 1722 പോയിന്റ് താഴ്ന്ന് 72,810-ലും നിഫ്റ്റി 560 പോയിന്റ് താഴ്ന്ന് 22,553-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 545 രൂപ കുറഞ്ഞ് 12,835 രൂപയും പവന് 4,360 രൂപ കുറഞ്ഞ് 1,02,680 രൂപയുമാണ്. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. ഇന്ന് നടക്കുന്ന കൊടിയേറ്റോടെ ഉത്സവത്തിന് ആചാരപരമായി തുടക്കമാകും. ഏപ്രിൽ 1 ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 26 വരെ പത്രിക പിൻവലിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കാനിരിക്കെ പോളിംഗ് 85% ഉയർത്താൻ യുവ വോട്ടർമാരെ ഉൾപ്പെടെ പോളിംഗ് സ്റ്റേഷനിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. Been prepared from the beginning, and we've taken all the steps for a smooth, peaceful conduct of the elections. We've had regular meetings with the political parties at all levels, and we've got their support as well. And coming days, we'll focus more on training and enthusing people to come to vote on April 9th. The target given to us is 85% by the Commission. We will definitely cross 85%, is what I feel. And this time we are creating a lot of effort to motivate the Gen Z, so between 18 to 30 age group, through various activities. And I hope that will bear fruit and they will come out in big numbers and exercise their rightful vote. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാൾ വഴികൾ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി, PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കണ്ണൂർ ജില്ലയിൽ അവസാന ഘട്ടത്തിലെത്തുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിലായി 24,592 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ കീഴിൽ 11 വീതം വരണാധികാരികളും ഉപവരണാധികാരികളുമാണുള്ളത്. 25 ജില്ലാതല നോഡൽ ഓഫീസർമാരും 223 വീതം സെക്ടർ ഓഫീസർമാരും സെക്ടർ പോലീസ് ഓഫീസർമാരും 800 മൈക്രോ ഒബ്സർവർമാരും 3048 പ്രിസൈഡിംഗ് ഓഫീസർമാരും 9144 പോളിംഗ് ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 4200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ ആവശ്യമുള്ളതായി കണക്കാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ 2856 അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്രസേനയെയും 2079 സ്പെഷ്യൽ പോലീസ് ഓഫീസർ സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. വിവിധ മുന്നണികളുടെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി കേരളത്തിലെത്തും. BJPയ്ക്കായി പ്രധാനമന്ത്രിയും മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ശ്രീ അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ എത്തും. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഈ മാസം 25-ന് കോഴിക്കോട് ആരംഭിക്കും. LDF പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. ദൂരദർശനിലും ആകാശവാണിയിലും സൌജന്യ പ്രക്ഷേപണത്തിനായി ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ഡിജിറ്റൽ വൌച്ചറുകൾ അനുവദിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോട് അനുബന്ധിച്ചാണ് നടപടി. ഇതുപ്രകാരം ഓരോ പാർട്ടിക്കും ദൂരദർശനിലും ആകാശവാണിയിലും 45 മിനിറ്റ് വീതം അടിസ്ഥാന സമയം അനുവദിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SCയെ നേരിടും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യത. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി അവലോകനം ചെയ്തു. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ പ്രസ്താവന നടത്തും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. ദൂരദർശനിലും ആകാശവാണിയിലും സൌജന്യ പ്രക്ഷേപണത്തിനായി ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ഡിജിറ്റൽ വൌച്ചറുകൾ അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.